ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ഭുവിയിൽ വെച്ചിട്ട് റിപ്പോർട്ടർ TVൻ്റെയും ടാൽറോപ്പിൻ്റെയും ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ഭുവി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. 6 o'clock പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 7:15 ആയിട്ടുണ്ട്. അത്രയും ലാഗ് വന്നിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിൽ വന്ന് റെഡി ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേണ്ട നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അത് ശരിക്കും കറങ്ങുന്നതാണ്. പക്ഷെ ആ സംഭവം ശരിക്കും കറങ്ങുമല്ല. ആ സ്ക്രീൻ അതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇമേജസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് അത് അടുത്ത് എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ദൂരെ നിന്ന് നോക്കിയാൽ നമ്മൾ വിചാരിക്കും ആ സാധനം കറങ്ങുമെന്ന്. പക്ഷെ നമുക്ക് അടുത്ത് വരുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. നമ്മൾ താമസിച്ചാണെങ്കിലും നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത് സന്തോഷപൂർവ്വം കുടിച്ച് അകത്തേക്ക് പോവാണ് ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവരൊരു പാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാസ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ആ പാസ് മേടിച്ച് വെക്കും. നമ്മളെ ഇതിന് മുമ്പ് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേരാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മുടെ ഫോൺ നമ്പരും അഡ്രസ്സും കാര്യമൊക്കെ അവിടെ മേടിക്കും. അത് അവർ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ID കാർഡ് തരും. അതായത് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് 3 എണ്ണം നമുക്ക് തരും ഇവർ. അങ്ങനെ ഞങ്ങൾക്ക് ഗൈസ് 3 കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ 3 പേർക്കും ഓരോരുത്തർക്കും ഓരോ ID കാർഡ്. അപ്പോൾ ഫസ്റ്റ് നിക്കൂച്ചനിട്ട്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോമോ ഇടാൻ പറഞ്ഞു. അങ്ങനെ കാരണം നമ്മളിതൊക്കെ വീഡിയോ പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മോമോയും ഇടാൻ പറഞ്ഞു. അങ്ങനെ മോമോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോമോ ഷോളൊക്കെ ഇതാക്കി വൃത്തിയായിട്ടിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ എടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇട്ടു. അതുകൊണ്ട് ഞാൻ ആ കാർഡൊക്കെ കാണിച്ചു. പിന്നെ നമ്മൾ മുകളിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഹോള് മുകളിലാണ്. താഴെ ഡൈനിങ് ഹാളാണ് വരുന്നത്. മുകളിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത് മുകളിലാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം കുറേ ഫാമിലി മെമ്പേഴ്സ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു ഹരിപ്പാട് സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഹരിപ്പാട് മാത്രമല്ല, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരും ഓൺ ടൈമിൽ വന്നു. പിന്നെ നമ്മൾ ടാൽട്രോപ്പിൻ്റെ മെയിൻ കോൺസെപ്റ്റൊക്കെ ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ചെന്ന് കയറിയപ്പോൾ. ഇനി നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സിന്റെ ആവശ്യകത ഒരു വളരെ അനിവാര്യമായ ഡിസ്കഷൻ അനിവാര്യമായ ഒരു സമയമായതുകൊണ്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്. ഞാനിത് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ടൈക്സ് വാലി, ഞങ്ങളുടെ ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ടൈക്സ് വാലി ഒന്ന് പ്രസന്റ് ചെയ്യുന്നത്. ആക്ച്വലി ക്രിമിനോളജിയൊക്കെ പഠിച്ച അല്ലെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ളവർ പറയാറുണ്ട്, ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഉണ്ടാവുന്നത് പലപ്പോഴും അവന്റെ ജനന കാലഘട്ടം മുതൽ അവനെ മോൾഡ് ചെയ്ത രീതിയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും കാര്യം അവന്റെ ഒരു ഡിസബിലിറ്റിയെ അഡ്രസ് ചെയ്യാതെ പോകുമ്പോൾ, ഇപ്പൊ അവനൊരു ചെറിയ ഓട്ടിസ്റ്റിക് ആയിരിക്കാം, അതല്ലെങ്കിൽ അവനൊരു ലേണിംഗ് ഡിസോർഡർ ഉണ്ടാവാം, അല്ലെങ്കിൽ അവനൊരു ബിഹേവിയർ ഇഷ്യൂ ഉണ്ടായിരിക്കാം, കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാവാം. നമുക്ക് നമ്മുടെ കുട്ടികളെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന തെറ്റോ ശരിയോ ഒക്കെ നമുക്ക് നോട്ടിനെസ് ആണ്. പൊതുവെ മക്കള് അവൻ കുരുത്തക്കേട് കാണിക്കുന്നതാണ്. പക്ഷെ ചില കുരുത്തക്കേടുകൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അത്തരം ട്രീറ്റ്മെന്റ് നൽകിയില്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ കാണുന്നതാണ് കുട്ടി നമ്മൾ അവനെ സ്നേഹത്തോടു കൂടി. ഇപ്പം ഒരു കവിതയുണ്ട്, അമ്മിഞ്ഞപ്പാല് നുണയുന്ന നേരത്തെ കള്ളനെന്ന് വിളിക്കും, അല്ലെങ്കിൽ അച്ഛനെ പോലത്തെ മകനെന്ന് പറഞ്ഞ് കള്ളാന്ന് വിളിക്കും, അമ്മ കള്ളാന്ന് വിളിക്കും, കാമുകി കള്ളാന്ന് വിളിക്കും, കൂട്ടുകാർ കള്ളാന്ന് വിളിക്കും, പൊതുസമൂഹം കള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്.
പൊതുസമൂഹം കള്ളാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിന് കാരണമായി തീരുന്നത് ഇത്തരം പ്രശ്നങ്ങളെ അവരെ അഡ്രസ് ചെയ്തില്ല, അവന് വേണ്ടിയുള്ള പരിപാടികൾ നൽകിയില്ല. കേരളത്തിന് ടെക്നോളജിയിലുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്ര മാത്രമാണ്. ഏറ്റവും കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന നമ്മൾ മലയാളികളാണ്. അതുമാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ്സ്, ഇനി വരുന്ന വലിയൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ഇനി ടെക്നോളജിയുടെ മേഖലയിൽ നിന്നായിരിക്കുമെന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു വലിയ വിഷൻ ഉണ്ടായത് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഞങ്ങളുടെ സഫീർ സാറിന് മനസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ 10 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അച്ചീവ് ചെയ്തെടുത്ത ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്രൂലി ഇംപാക്റ്റബിൾ. അദ്ദേഹം ഈ ഒരു 2025 ഒരു അവസാനത്തോടെ 400 വില്ലേജ് പാർക്കുകളാണ് നമ്മുടെ കേരളത്തിന് വേണ്ടി നൽകാനിരിക്കുന്നത്. അത്രമാത്രം തൊഴിലവസരങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇനി ടാൽറോപ്പിനെ പറ്റിയുള്ള മുന്നോട്ടുള്ള യാത്രയെ പറ്റി, ടാൽറോപ്പിന്റെ ഓരോ വിഷനെ പറ്റി കൃത്യമായിട്ട് നിങ്ങളോട് സംവദിക്കാനായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഒരുപാട് ബഹുമാനത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മറ്റാരെയുമല്ല, ഞങ്ങളുടെ മെന്റർ, ഞങ്ങളുടെ നാവിഗേറ്റർ. With a loud round of applause, let me invite our very own the director and the chief executive officer for TALROP, Mr. Safir Najmuddin. ആത്മാവായിട്ടിൽ എന്ന് പറഞ്ഞു. ഇതിവിടെ ആലപ്പുഴ എന്തിനാണ് നമ്മളൊരു കോൺക്ലേവ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ ഓരോരുത്തരും ഇവിടെ വിളിച്ചിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെയാണ് ഈ നാട്ടിന് വേണ്ടി ചെയ്യുന്നത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു മിഷൻ മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ റിപ്പോർട്ടും ടാബ്ലറ്റും കൂടെ ചേർന്ന് ചെയ്യുന്ന 45ാമത്തെ കോൺഫറൻസ് ആണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മളൊരു വലിയ ജേർണിയിലാണ്. ഓരോ മീഡിയം, എല്ലാ മീഡിയകളും സ്റ്റേജിലേക്ക് വരിക, ആദ്യം സ്റ്റേജിലേക്ക് വരിക. ഇത് അൻസാരി സാറിന്റെ 4 കുട്ടികളാണ്, എന്റെയും 4 കുട്ടികളാണ്. ഇവരാണ് ഞാൻ പറഞ്ഞ 18 വയസ്സുകാർ. ഇവർ 11ാം വയസ്സിൽ ടാൽറോപ്പിലേക്ക്, 7 വർഷം 8ാമത്തെ വർഷത്തിലേക്ക് പോവാണ്. അപ്പൊ മാർക്ക് സുക്കർബർഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു അധ്യാപകൻ, ഒരു പാരന്റ് ഒന്നാമതായിട്ട് വിശ്വസിക്കണം. എന്തായാലും ഒരു 10 വയസ്സുള്ള കുട്ടിയെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അറിയാലോ. ഒരു 10 വയസ്സുകാരൻ എന്തായാലും നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ന് വലിയ മീൻപൊരിശാരാണെന്ന് വിശ്വസിപ്പിക്കാം. അതിനപ്പുറത്തേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവരുടെ സ്റ്റാർട്ടപ്പുകളാണ്, ഇവരുടെ കോൺസെപ്റ്റുകൾ എന്താണ്? ഇപ്പൊ മഹാദേവ് ഉണ്ടാക്കുന്ന കോൺസെപ്റ്റ് ഇന്ത്യകളുടെ ഏറ്റവും വലിയ IoT സ്റ്റാർട്ടപ്പാണ്. ഒരു 18 വയസ്സുകാരൻ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഇതിന് പിന്നിൽ 8 വർഷത്തെ പരിശ്രമമുണ്ട്. അവന്റെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവായി വർക്ക് ചെയ്ത സമയത്ത് അവരെന്ത് ചെയ്തു? ഈ സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അവർക്ക് പഠിച്ചു എന്നുള്ളതാണ്. ഈ എക്സ്പോഷർ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കോൺഫറൻസിന്റെ പ്രമേയം എന്നിവരെ കൂടി ഞങ്ങൾ ഡയറക്ടേഴ്സിനെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ആദ്യത്തെ ലോഞ്ചിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. ആൻഡ് ഈ ഒരു ലോഞ്ചിന് വേണ്ടി യാസർ മുഹമ്മദ് ഓൾറെഡി ഈസ് ഹിയർ. ആദ്യം നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Ladies and gentlemen, over to the monitor. എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ സ്റ്റാർട്ടപ്പിന്റെ ലോഞ്ച് സെറമണി is happening. Elevating creators, brands and agencies through fresh insights. ക്രിയേറ്റേഴ്സിനെ, ബ്രാൻഡ്സിനെ ഡൈനാമിക് ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ സ്റ്റാർട്ടപ്പായ ഹൂയ യാസർ മുഹമ്മദ് ആണ് ഡയറക്ടേഴ്സിന് നൽകിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. മൂവിംഗ് ഓൺ, ഞങ്ങളുടെ രണ്ടാമത്തെ ഇന്നത്തെ സ്റ്റാർട്ടപ്പിലേക്ക് കടക്കാൻ പോവാണ്. which is എന്താണെന്നും ഏതാണെന്നും ഒക്കെ ഉള്ളത് നമുക്ക് ആദ്യം ഒന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. വേണ്ടി കുട്ടികൾക്കുള്ള ഏറ്റവും അഡ്മിഷൻസ് എല്ലാം ഡിജിറ്റൽ ത്രൂ ആക്കാൻ പോകുന്ന എയിംബാക്ക് ആണ് ഞങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പ് ലോഞ്ചിന് വേണ്ടിയിട്ട് ആദിൽ മുഹമ്മദ്. ആദിലിനെയാണ് മുന്നോട്ട് ക്ഷണിക്കുന്നത്. അഡ്മിഷൻസ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റുഡൻസ്, സ്റ്റുഡൻസിനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിലും ഏറ്റവും വൈഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് ഗ്ലോബലി നമ്മൾ ഈസി ആക്കാൻ പോവാണ് ഡിജിറ്റലൈസേഷനിലൂടെ. സോ വലിയൊരു ഗൈഡ് നൽകിക്കൊണ്ടുതന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് എയിംബാക്ക്. ഇനി ഇന്നത്തെ മൂന്നാമത്തെ മിഷനിലേക്ക് ഞങ്ങൾ കടക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പായിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓവർ ടു ദി മോണിറ്റർ. മെന്റ്വെയാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ സ്റ്റാർട്ടപ്പ്. AI പവർഡ് വെർച്വൽ ക്ലാസ് റൂംസ് ആണ്. ഈ ഒരു ഫോം ബോർഡ് നൽകി ലോഞ്ച് ചെയ്യാനായിട്ട് വേദിയിലേക്ക് മുന്നോട്ട് ക്ഷണിക്കുന്നു മുഹമ്മദ് സിയാദ്. മുഹമ്മദ് സിയാദ് ആണ്. നമ്മുടെ കുട്ടികൾ ഇനി മുതൽ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും ഒരു AI ഹെൽപ്പോടുകൂടി AI-യിലൂടെ നമുക്ക് ടീച്ചേഴ്സിനെയും AI-യിലൂടെ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം AI ക്ലാസ് റൂംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പുതിയ സ്റ്റാർട്ടപ്പിന്റെ പേരാണ് മെന്റ്വേ. മെന്റ്വേ സ്റ്റാർട്ടപ്പ് ഞങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഇനി ഇന്നത്തെ ഞങ്ങളുടെ നാലാമത്തെ സ്റ്റാർട്ടപ്പിലേക്ക് കടക്കാൻ പോവാണ്.
അതിന്റെ ഡീറ്റെയിൽസ് കാണാം. Ladies and gentlemen, over to the monitor. ഞങ്ങളുടെ ഇന്നത്തെ 4ാമത്തെ സ്റ്റാർട്ടപ്പായ ഡിയോസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി അൺവീൽ ചെയ്യാൻ പോകുന്നത്. ഫോം ബോർഡ് ഡയറക്ടേഴ്സിന് നൽകാൻ വേണ്ടി മുന്നോട്ട് ക്ഷണിക്കുന്നു. മഹാദേവ് രതീഷ് ആണ് ഞങ്ങളുടെ ഡിയോസ്. ആൻഡ് ഇനിഷ്യേറ്റീവ് ഫ്രം ടാൽറോം ആണ്. AI-യിലൂടെ നമ്മുടെ ലിവിംഗ് സ്പേസസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ AI ജനറേറ്റ് ചെയ്തുകൊണ്ട് മാറ്റാനായിട്ട് ഒരുങ്ങുകയാണ് ടാൽറോം. ഞങ്ങളുടെ 4ാമത്തെ ഇന്നത്തെ സ്റ്റാർട്ടപ്പിന്റെ ലോഞ്ച് ആയിരുന്നു ഡിയോസ്. വലിയൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടപ്പുകളെ കേരളത്തിന് വേണ്ടിയാലും സർവീസ് നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ഗൈസ്, അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം എല്ലാം വൈൻഡപ്പ് ചെയ്തു. പക്ഷേ ഗൈസ്, നമ്മുടെ ഡോക്ടർ അരുൺകുമാർ ഇല്ലായിരുന്നു. എനിക്ക് പുള്ളിയെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ അത് നടന്നില്ല ഗൈസ്. എൻ്റെ ഭാഗ്യക്കേട് എന്ന് തന്നെ പറയാം. അപ്പം ബൊഫേ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂ നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതാണ്ട് ഇതൊക്കെ ഇത്രയാണ് ഫുഡ് വരുന്നത്. അപ്പോൾ നമുക്കിനി പോവാം. ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ, നമ്മുടെ റിപ്പോർട്ടർ TV-യുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഈ ടാൽറോപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സ്റ്റാർട്ടപ്പ്സ് കുറേ 4 സ്റ്റാർട്ടപ്പ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടായിരുന്നു ഗൈസ്. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പം, പൊറോട്ട, ബിരിയാണി അത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു വിത്ത് ഗുലാബ് ജാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഞാൻ വീട്ടിൽ പോവാം, മറികടന്നുറങ്ങാം.